السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته أجمعين أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. اللهم اعطنا الإخلاص وازدد إيماننا يا رب العالمين. ആദരണീയരായ വിശ്വാസിനികൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ജീവിക്കുവാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദങ്ങൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളം സ്വലാത്ത് ചെല്ലാൻ കൽപ്പിക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസവും കഴിഞ്ഞ് ശനിയാഴ്ചയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, റസൂലെ, ഞാൻ എൻ്റെ ദുആ അതിൻ്റെ ഒരു ഭാഗം സ്വലാത്താക്കിയാലോ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ച് നൽകുകയാണ്. പിന്നീട് അദ്ദേഹം കൂട്ടി ചോദിക്കുകയാണ്, റസൂലെ, ഞാൻ എൻ്റെ സ്വലാത്തിൻ്റെ, എൻ്റെ ദുആഇൻ്റെ, എൻ്റെ പ്രാർത്ഥനയുടെ പകുതിയും സ്വലാത്താക്കിയാലോ കേൾക്കുള്ളത്? അതും നല്ലതാണ്. റസൂൽ അംഗീകരിക്കുകയാണ്. പിന്നീട് അദ്ദേഹം പിന്നീടും ചോദിക്കുകയാണ്, റസൂലെ, എൻ്റെ ദുആ മുഴുവനും ഞാൻ സ്വലാത്താക്കിയാലോ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, അത് നല്ലതാണത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുക്കുകയാണ്. മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വലാത്തിൻ്റെ മഹിമ പറയുന്ന കിതാബിൽ അദ്ദേഹം 40ഓളം മഹിമകൾ, ഫദ്ലുകൾ, ശ്രേഷ്ഠതകൾ പറയുന്നുണ്ട്. സ്വലാത്ത് ചെല്ലുന്നവനായിക്കൊണ്ട് അവൻ്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുന്നതാണ്, അവൻ്റെ ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റി നൽകുന്നതാണ് തുടങ്ങി 40ഓളം ശ്രേഷ്ഠതകൾ. ഒരു സ്വലാത്ത് ചെല്ലിയവന്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനം ചെല്ലിയവന്, റസൂലുള്ളാഹിക്ക് സ്വലാത്തും സലാമും ചെല്ലിയവന് 40ഓളം ശ്രേഷ്ഠതകളുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. പ്രിയം നിറഞ്ഞവരെ, പ്രവാചക സ്നേഹം എന്നുള്ളത് അതിനൊരു സീസണില്ല, അതിനൊരു ഷഹറില്ല, അതിനൊരു സനത്തില്ല, അതിനൊരു വർഷമോ മാസമോ ദിവസമോ ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസാണ്, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇബ്നു ഹിശാം അത്തൈമി റളിയല്ലാഹു അൻഹു ചെറിയ മകനാണെന്ന്. ഇബ്നു ഹിശാം അത്തൈമി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ മാതാവ് റസൂലിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് റസൂലിനോട് പറഞ്ഞു, റസൂലെ, ഇവന് നിങ്ങൾ ബൈഅത്ത് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പൊന്നുമകന്റെ തലയിൽ തടയോടിക്കൊണ്ട് റസൂൽ അവന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ആ ഇബ്നു ഹിശാം അത്തൈമി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുക്കൽ നിന്ന് ഒരു കഥ നമുക്ക് പറഞ്ഞു നൽകുകയാണ്. ഉമർ ബിൻ ഖത്താബിന്റെ കൈ പിടിച്ചുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുമ്പോൾ റസൂലിനോട് ഉമർ ഇങ്ങനെ പ്രഖ്യാപിച്ചു എന്നാ, റസൂലെ, എനിക്ക് എന്നെ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം താങ്കളോടാണെന്ന് പറഞ്ഞപ്പോൾ റസൂൽ തിരുത്തി, പോരാ ഉമറെ, അത് തെറ്റാണ് ഉമറെ, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാവണം, സ്വന്തത്തെക്കാളും എല്ലാത്തിനേക്കാളും എനിക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനാകുമ്പോൾ നിന്റെ ഈമാൻ പൂർത്തിയാകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ ഉമർ ബിൻ ഖത്താബ് തിരുത്തി എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ, എന്നാൽ ഞാൻ തിരുത്തി, ഇനി മുതൽ എൻ്റെ ഏറ്റവും പ്രിയം നിറഞ്ഞവൻ, എൻ്റെ സ്വന്തത്തെക്കാൾ എനിക്ക് പ്രിയം നിറഞ്ഞവൻ അങ്ങാണ് റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല. ഇബ്നു ഹിശാം അത്തൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അബ്ദുല്ലാഹിബിൻ ഉമറിൻ്റെയും അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ജീവിച്ചതാണ്. മഹാന്മാരായ സ്വഹാബികളുടെ റസൂലിനോടുള്ള സ്നേഹം, പ്രിയം നിറഞ്ഞവൻ നമ്മൾ പഠിക്കണം. ഒരു സ്വഹാബി പറയുന്നുണ്ട്, അദ്ദേഹം കൂഫയിലേക്ക് ചെന്നു എന്നുള്ളതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വിമർശനം, ചില ആളുകൾ മോശപ്പെടുത്തി സംസാരിച്ചു, അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ കുറച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഘട്ടമുണ്ടായി അങ്ങ് കൂഫയിൽ. ഇന്നും സോഷ്യൽ മീഡിയയിൽ ചില ആളുകളുടെ നാവിൽ നിന്ന് വന്ന ചില അപകടമായ സംസാരം നമ്മൾ കേട്ടിട്ടുണ്ടാവും. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ കുറച്ചുകൊണ്ട് ചില ആളുകൾ സംസാരിക്കുന്നത് ഇന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. മഹാനായ അലിയുടെ സ്ഥാനത്തെ കുറച്ചുകൊണ്ട് ഒരാൾ സംസാരിച്ചപ്പോൾ മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ് കൂഫയിൽ. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അബൂബക്കറുൻ ഫിൽ ജന്ന, ഉമറുൻ ഫിൽ ജന്ന, ഉസ്മാനുൻ ഫിൽ ജന്ന, അലിയുൻ ഫിൽ ജന്ന, സഅദും വസഈദുൻ ഫിൽ ജന്ന എന്ന് തുടങ്ങി 10ഓളം സ്വഹാബത്തിന്റെ പേര് അദ്ദേഹം കൂഫയിൽ പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാ സ്വഹാബത്തും ശ്രേഷ്ഠതയുള്ളവരാണ്. ഒരു സ്വഹാബി പറയുന്നുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആയുസ് കിട്ടിയാൽ പോലും
ആ ആയുസ്സിൽ മുഴുവൻ നമ്മൾ ഇബാദത്ത് ചെയ്താൽ പോലും ഒരു സ്വഹാബത്തിന്റെ ശ്രേഷ്ഠതയോളം പോലും നമുക്ക് എത്താൻ കഴിയില്ല എന്ന് മഹാന്മാരായ താബിഈങ്ങളും സ്വഹാബത്തും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം ജീവിച്ചത്, അദ്ദേഹം ദഅവത്ത് നടത്തിയത് മാത്രം, ദീന് പ്രബോധനം ചെയ്തത് മാത്രം 950 വർഷമാണ്. പിന്നെ അദ്ദേഹം ആയുസ് ജീവിച്ചിട്ടുണ്ടാവും? അദ്ദേഹത്തിന്റെ നൂഹ് നബിയുടെ ആയുസ് മുഴുവൻ നമുക്ക് ഓരോരുത്തർക്കും കിട്ടി. നമ്മൾ അത് മുഴുവൻ ഇബാദത്ത് ചെയ്താൽ പോലും മഹാന്മാരായ സ്വഹാബികളിൽ ഒരാളുടെ ശ്രേഷ്ഠതയ്ക്ക് അടുത്തുപോലും നമുക്ക് എത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശ്രേഷ്ഠത നൽകാൻ എന്തായിരിക്കും കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സൂറത്തുൽ ബയ്യിനയിലൂടെ റളിയല്ലാഹു അൻഹും വറളു അൻ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ എന്തായിരിക്കും പ്രിയം നിറഞ്ഞവരെ കാരണം? അവരുടെ ചില ചരിത്രമുണ്ട്. അവരുടെ റസൂലിനോടുള്ള ചില സ്നേഹത്തിന്റെ ചില അനർഘമായ നിമിഷങ്ങൾ ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാവുന്നതാണ്. മഹാനായ ശംഊൻ റളിയല്ലാഹു അൻഹു, അബൂ റൈഹാൻ ശംഊൻ റളിയല്ലാഹു അൻഹു, അവർ റസൂലിനോടൊത്തൊരു യാത്രയിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി, അന്നൊരു നല്ല ശൈത്യമുള്ള നല്ല തണുത്ത കാറ്റുള്ള ഒരു രാത്രിയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂ റൈഹാൻ ശംഊൻ റളിയല്ലാഹു അൻഹു അൻസാരികളും മുഹാജിരികളൊക്കെ ഇങ്ങനെ യാത്ര പോവാണ്. അങ്ങനെ അവർക്ക് ഒരു കുന്നിന്റെ മുകളിലെത്തി. നല്ല ശക്തമായ കാറ്റടിക്കുന്നുണ്ട്. സ്വഹാബത്ത് തണുപ്പ് സഹിക്കാൻ കഴിയാതെ ഒരു ഹഫർ അവിടെ നിർമ്മിച്ചു, അതൊരു കുഴി നിർമ്മിച്ചു. എന്നിട്ട് സ്വഹാബത്ത് മുഴുവനും അതിലേക്ക് ഇറങ്ങിയിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉണ്ടായിരുന്നു അവരുടെ കൂടെ. എന്നിട്ട് അവരുടെ പരിചയം അവരെന്ത് ചെയ്തു? കവറിംഗ് ആക്കി വെച്ചു എന്നാണ്. ആ കുഴിയിലേക്ക് ഇറങ്ങി നിന്നും അവരുടെ പരിചയം, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പരിചയം അവർ മുകളിലേക്ക് കവറിംഗ് ആയി ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ അവിടെ ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ റസൂൽ ഒരു ചോദ്യം അവിടെ ഉന്നയിച്ചു എന്നാണ്. ഈ രാത്രി നമുക്ക് കാവൽ നിൽക്കാൻ ആരുണ്ട്? ഞാൻ അവന് വേണ്ടി ദുആ ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സന്ദർഭത്തിൽ ഒരു അൻസാരി എണീച്ചെന്ന് പറയാണ്. തണുപ്പ് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ഒരു കുഴി കുഴിച്ചിട്ട് അതിലിങ്ങനെ അഭയം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ രാത്രിയുടെ തണുപ്പിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ആ സ്വഹാബത്ത് റസൂൽ ചോദിക്കണം ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ അൻസാരി പറഞ്ഞു, റസൂൽ ഞാൻ നിൽക്കാന്ന്. അത്രയും ശക്തമായ തണുപ്പത്ത് ഞാൻ നിൽക്കാം റസൂൽ, അങ്ങേക്ക് കാവൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാവൽ നിൽക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വേണ്ടി ദീർഘമായി കൊണ്ട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. റസൂലിന്റെ പ്രാർത്ഥന കണ്ട് കൊതിയായിക്കൊണ്ട് അബൂ റൈഹാൻ ശംഊൻ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുക്കൽ എന്ന് പറയാം, റസൂൽ ഇനി ഞാൻ നിൽക്കട്ടോ എന്ന് പറഞ്ഞു. റസൂൽ ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി, ഞാൻ അബൂ റൈഹാൻ ശംഊനാണെന്ന് പറഞ്ഞു. എന്നാൽ റസൂൽ ഞാൻ നിൽക്കാന്ന് പറഞ്ഞു. അദ്ദേഹം പറയാണ്, എനിക്ക് ആദ്യത്തെ വ്യക്തിന്റെ അത്ര പ്രാർത്ഥന ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും എനിക്കും റസൂലിന്റെ പ്രാർത്ഥന കുറെ കിട്ടിട്ടോ എന്ന് അദ്ദേഹം സന്തോഷത്തോടെ പറയുന്നതായിക്കൊണ്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. റസൂലിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, റസൂലിന് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരായിരുന്നു പ്രിയം നിറഞ്ഞവരവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അതിശൈത്യമുള്ള കാറ്റിൽ പോലും പതറാതെ നിൽക്കാൻ, റസൂലിന് കാവൽ നിൽക്കാൻ അവർ മോഹിച്ചിട്ടുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അവരുടെ സ്നേഹം അതടങ്ങാത്തതാണ് എന്ന് മനസ്സിലാക്കുക. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിലും അപ്പുറമാണ് എന്ന് മനസ്സിലാക്കുക. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു റസൂലിന്റെ കീർത്തനങ്ങൾ പല രാജ്യങ്ങളിലും ഇങ്ങനെ പ്രചരിച്ചിങ്ങനെ നിൽക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദഅവത്ത് പല രൂപത്തിൽ പല രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. റസൂലിന് സ്വന്തമായ ഒരു മോതിരമുണ്ട്, ഒരു സീലുണ്ട്, സ്വന്തമായ റസൂലിന് കുത്താബുകളുണ്ട്, കത്തുകൾ എഴുതുന്ന ആളുകളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പല ആളുകളും അദ്ദേഹത്തിന്റെ റസൂലിന്റെ കുത്താബുകൾ, വഹി എഴുത്തുകാർ, കത്ത് എഴുതി കൊടുക്കുന്ന ആളുകൾ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള, സഅദ് ബിൻ അബി വഖാസിനെ പോലുള്ള ആളുകൾ റസൂലിന് വേണ്ടി കത്ത് എഴുതി കൊടുക്കും. അങ്ങനെ തുർക്കാലീസ് എന്ന രാജാവ്, റോമയുടെ രാജാവാണ്. തുർക്കാലീസ് രാജാവിന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സീലോടുള്ള കത്ത് എഴുതി എന്നുള്ളതാണ്. കത്തിന്റെ ചുരുക്കം ഇപ്രകാരമാണ്: അസ്ലിം തസ്ലം, വിശ്വസിച്ചോളൂ നിങ്ങൾ രക്ഷപ്പെടും. ഒരു ലോകം വരാനുണ്ട്. തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, നമുക്കും നിങ്ങൾക്കും, ഔ അഹ്ലു കിതാബ്, നമുക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു ഐക്യമുള്ളൊരു വാക്യമുണ്ട്. നമുക്കും നിങ്ങൾക്കും ഇടയിൽ തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, നിങ്ങൾക്കും നമുക്കും ഇടയിൽ തുല്യമായി നിൽക്കുന്ന ഒരു സംസാരമുണ്ട്, ഒരു ആശയമുണ്ട്, അതിലേക്ക് നിങ്ങൾ കടന്നു വരുമെന്ന് തുർക്കാലീസ് രാജാവിനെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷണിച്ചപ്പോൾ ആ സന്ദർഭം, ആ ഒരു കഥ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ആ കത്ത് റസൂലുള്ള ഒരു സ്വഹാബിയുടെ അടുക്കൽ ആ രാജാവിന് പറഞ്ഞു വെച്ചപ്പോൾ ആ രാജാവ് സ്ഥലത്തില്ലേ. അദ്ദേഹം മറ്റൊരു യുദ്ധത്തിൽ ജയിച്ചതിന്റെ നേർച്ച അള്ളാഹുവിന് ഇങ്ങനെ വീട്ടിക്കൊണ്ടിരിക്കുകയും ആ നേർച്ച വീട്ടുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് കിലോമീറ്ററുകൾ അദ്ദേഹം നടക്കാൻ നേർച്ചയാക്കിയിരുന്നു. ആ നടത്തവും കഴിഞ്ഞ് അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിനായിട്ടൊരു കത്തുണ്ട്. ആ കത്ത് അദ്ദേഹം വായിച്ചു എന്നുള്ളതാണ്. റസൂലിനെ പറ്റി കേട്ടു, മുഹമ്മദ് എന്ന പ്രവാചകനെ കേട്ടു. അദ്ദേഹത്തിന് കൂടുതൽ അറിയാൻ ആഗ്രഹം, ഈ മുഹമ്മദ് എന്നുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണോ, അദ്ദേഹം പറഞ്ഞ വാചകം, സത്യസന്ദേശം അത് സത്യമാണോ, യാഥാർത്ഥ്യമാണോ എന്നറിയാൻ അദ്ദേഹം ആളുകൾ അന്വേഷിച്ചു. ഇദ്ദേഹത്തെ പരിചയമുള്ള ആളുകൾ ഷാമിലെങ്ങാനും ഉണ്ടോ എന്ന് അവർ അന്വേഷിച്ചപ്പോൾ അവിടെ മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അന്ന് അബൂ സുഫിയാൻ മുസ്ലിം ആയിരുന്നില്ല, അബൂ സുഫിയാൻ അന്ന് അമുസ്ലിം ആയിരുന്നു. അങ്ങനെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ തുർക്കാലീസ് രാജാവ്, റോമിന്റെ രാജാവ് ഷാമിലേക്ക് അന്ന് അദ്ദേഹത്തിന്റെ സന്നിധിയിലേക്ക് വിളിക്കുകയാണ്.
എന്നിട്ട് ഹുർഖാലിസ് രാജാവ് പറഞ്ഞു, നിനക്ക് മുഹമ്മദിനെ അറിയുമോ? അദ്ദേഹം പറഞ്ഞു, അറിയാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള അനുചരന്മാരോട് പറഞ്ഞു, അബൂ സുഫിയാന്റെ പിന്നിലേക്ക് നിങ്ങൾ നിൽക്കുക. അബൂ സുഫിയാന്റെ വശങ്ങളിലേക്കല്ല നിൽക്കരുത്, പിന്നിലേക്ക് നിൽക്കുക. എന്തിനാ പിന്നിൽ നിൽക്കാൻ പറഞ്ഞത്? കാരണം അബൂ സുഫിയാൻ അന്ന് റസൂലിനെ താഴ്ത്തി കെട്ടണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു, അമുസ്ലിമായിരുന്നു, റസൂലിനെ അപമാനിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു. ഹുർഖാലിസ് രാജാവ് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുമ്പോൾ അനുചരന്മാരോടൊക്കെ അബൂ സുഫിയാന്റെ പിന്നിലേക്ക് നിൽക്കാൻ പറഞ്ഞത്, അബൂ സുഫിയാൻ എങ്ങാനും ഞാൻ ചോദിച്ച ചോദ്യത്തിന് റസൂലിനെ പറ്റി കളവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തു ചെയ്യും? ഈ അണികൾ കൂടി സത്യപ്പെടുത്തും. അബൂ സുഫിയാൻ എങ്ങാനും കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ച് കൂടെയുള്ള അനുയായികൾ കൂടി ഈ കളവിനെ സത്യപ്പെടുത്തുമോ എന്നതുകൊണ്ട് ബുദ്ധിരാക്ഷസനായ ഹുർഖാലിസ് എന്ത് ചെയ്തു? അനുചരന്മാരോട് അബൂ സുഫിയാന്റെ പിന്നിലേക്ക് നിൽക്കാൻ പറഞ്ഞു. അബൂ സുഫിയാന്റെ പിന്നിൽ നിന്നാലും സൈഡിൽ നിന്നാലും അബൂ സുഫിയാൻ എന്ത് കള്ളത്തരം പറഞ്ഞാലും ആര് അംഗീകരിക്കും? അത് ആര് സത്യപ്പെടുത്തും? കൂടെയുള്ള അനുയായികൾ സത്യപ്പെടുത്തും. കാരണം അനുയായികൾ മുശ്രിക്കീങ്ങളാണ്, റസൂലിനോട് വെറുപ്പുള്ള ആളാണ്. പക്ഷേ അബൂ സുഫിയാൻ പിന്നീട് മുസ്ലിം ആയതിനു ശേഷം പറയുന്നുണ്ട്, അന്ന് ഹുർഖാലിസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവൻ ഞാൻ സത്യമേ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ട്? എൻ്റെ മരണശേഷം അവർ അബൂ സുഫിയാൻ അന്ന് കളവ് പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കാതിരിക്കാൻ ഞാൻ അത് ഭയപ്പെട്ടുകൊണ്ട് മാത്രം, ഞാൻ ഒരു കളവ് പറഞ്ഞവനാണ് എന്ന് എൻ്റെ അനുയായികൾ പിന്നീട് പറയാതിരിക്കാൻ അത് ആലോചിച്ചുകൊണ്ട് മാത്രം ഞാനന്ന് ഹുർഖാലിസ് രാജാവിൻ്റെ മുന്നിൽ കളവ് പറഞ്ഞില്ല എന്ന് അബൂ സുഫിയാൻ പറയുന്നുണ്ട്. എന്തായിരുന്നു അദ്ദേഹം ചോദിച്ച ചോദ്യം? നിങ്ങൾക്കും റസൂലിനും ഇടയ്ക്ക്, നിങ്ങൾക്കും മുഹമ്മദിനും ഇടയിലുള്ള കണക്ഷൻ എന്താണ്, ബന്ധം? അബൂ സുഫിയാനോട് ചോദിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയാൻ വേണ്ടി ചോദിക്കുക, കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. അദ്ദേഹം റോമക്കാരനാണ്, റോമയുടെ രാജാവാണ്, അധിപതിയാണ്, മുസ്ലിം അല്ലാത്ത വ്യക്തിക്ക് റസൂലുള്ള ഇസ്ലാമിനെ ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയപ്പോൾ അബൂ സുഫിയാനോട് അദ്ദേഹം ചോദിച്ച ആദ്യ ചോദ്യം, നിങ്ങൾക്കും മുഹമ്മദിനും തമ്മിലുള്ള ബന്ധം എന്താണ് അബൂ സുഫിയാൻ? അബൂ സുഫിയാനോട് ഡയറക്റ്റ് അല്ല സംസാരം, കാരണം അന്നുണ്ടായിരുന്നു തർജുമക്കാർ, ട്രാൻസ്ലേറ്റർമാർ. അബൂ സുഫിയാന്റെ ഭാഷ അറബിയാണെങ്കിൽ റോമക്കാരുടെ ഭാഷ മറ്റൊന്നായിരുന്നു. ഞാൻ തർജുമാനം ട്രാൻസ്ലേറ്റർ വെച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം, എന്താണ് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ? അദ്ദേഹം പറഞ്ഞു, ഞാനും അദ്ദേഹം കുടുംബക്കാരാണ്. എൻ്റെ വല്യാപ്പയും എൻ്റെ പിതാമഹനും അദ്ദേഹത്തിന്റെ പിതാമഹനും അബ്ദു മനാഫാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുള്ളയുടെ മകനാണ്, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ്. അബ്ദുൽ മുത്തലിബിന്റെ പിതാവായിക്കോട്ടെ ഹാഷിമാണ്, ഹാഷിമിന്റെ പിതാവ് അബ്ദു മനാഫാണ്. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതാമഹനും അദ്ദേഹത്തിന്റെ പരമ്പരയും എത്തിച്ചെല്ലുന്നത് അബ്ദു മനാഫിലാണെന്ന്. ഞങ്ങളുടെ പരമ്പര ഒന്നാണ്, ഞങ്ങളുടെ പിതാമഹന്മാർ ഒന്നാണ്, ഞങ്ങൾ കുടുംബക്കാരാണെന്ന് പറഞ്ഞു. എന്നാൽ അടുത്ത ചോദ്യം, നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അദ്ദേഹം സത്യസന്ധനാണോ? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സത്യസന്ധനാണ്, അദ്ദേഹം സത്യമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, അദ്ദേഹം ഒരിക്കലും ഞങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പിതാമഹൻ രാജാവോ മറ്റോ എന്തോ ആയിരുന്നു, അദ്ദേഹം ഒരു രാജകുടുംബത്തിൽ നിന്ന് വന്നവനായിരുന്നു. പ്രവാചകൻ അല്ല, അദ്ദേഹം ഒരു രാജകുടുംബത്തിൽ നിന്ന് വന്നവനല്ല. അദ്ദേഹം നിങ്ങളുമായി യുദ്ധം ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ, അതെ, യുദ്ധം ചെയ്തിരുന്നു. എന്താണ് ഇതിന്റെ റിസൾട്ട്? ചില സമയങ്ങളിൽ അവർ വിജയിക്കും, ചില സമയങ്ങളിൽ ഞങ്ങൾ വിജയിക്കും. അഥവാ ബദ്രിൽ അവർ വിജയിച്ചു, ഉഹുദിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ള മറുപടി നൽകി എന്നുള്ളതാണ്. എന്നിട്ട് അബൂ സുഫിയാൻ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു അവസരം കാത്തു നിൽക്കുകയായിരുന്നു റസൂലിൽ നിന്ന് താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട്. ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും റസൂലിനെ, മുഹമ്മദിനെ താഴ്ത്തി സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടില്ല. അങ്ങനെ ഹുർഖാലിസ് ചോദിച്ചു, അദ്ദേഹം സത്യസന്ധനാണ്, പക്ഷേ ഹുദൈബിയ സന്ധി കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച. ഹുദൈബിയ സന്ധി ഞങ്ങൾ ഒപ്പിട്ടിട്ട് അദ്ദേഹവുമായിട്ട്, പക്ഷേ ഹുദൈബിയ സന്ധി അദ്ദേഹം ലംഘിക്കുമോ എന്ന് ഞങ്ങൾക്ക് ഭയമുണ്ടെന്ന് ഹുർഖാലിസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താഴ്ത്തിക്കൊണ്ട് ഇദ്ദേഹത്തോട് പങ്കുവെച്ചു എന്നാണ്. അങ്ങനെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചപ്പോൾ ഹുർഖാലിസ് തിരിച്ചു കൊടുക്കുന്ന മറുപടിയുണ്ട്, നിങ്ങൾ പറഞ്ഞല്ലോ അദ്ദേഹം സത്യസന്ധനാണ്, അങ്ങനെയാണ് അൽ അംബിയ, പ്രവാചകന്മാർ അങ്ങനെയാണെന്ന് അമുസ്ലിമായ രാജാവ് സത്യപ്പെടുത്തുകയാണ്. അമുസ്ലിമായ റോമക്കാരനായ രാജാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സത്യപ്പെടുത്തുകയാണ്. നിങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം സത്യസന്ധനാണെന്ന്. എന്നാൽ മനസ്സിലാക്കുക, അങ്ങനെയാണ് അമ്പിയാക്കൾ എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം രാജകുടുംബത്തിൽ നിന്നാണ് നമുക്ക് വിശ്വസിക്കാമായിരുന്നു, പറയാമായിരുന്നു. അദ്ദേഹത്തിന് പദവി തിരിച്ചു ലഭിക്കാൻ വേണ്ടി അദ്ദേഹം വാദിച്ച ചില വാദങ്ങളായിരുന്നു. എന്നാൽ അതല്ല എന്ന് മനസ്സിലാക്കുക. അദ്ദേഹം പറഞ്ഞ ഈ ആശയങ്ങൾ മുമ്പാരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ചോദിച്ചു, അതും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അദ്ദേഹം മുമ്പ് പറഞ്ഞ പല ആശയങ്ങളുമാണ് ആവർത്തിക്കുന്നതെങ്കിൽ ഞാൻ അദ്ദേഹത്തെ സത്യപ്പെടുത്തുമായിരുന്നില്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞ മുഹമ്മദ് അദ്ദേഹം സത്യവാനാണെന്ന് ഒരു അമുസ്ലിമായ രാജാവിന്റെ നാവിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിച്ചു. എന്നിട്ട് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു സദസ്സിലിങ്ങനെ നിൽക്കുകയാണ്. റസൂൽ ഹുർഖാലിസ് എന്ത് ചെയ്തു വെച്ചാൽ, അവിടുത്തെ ആ കൊട്ടാരത്തിന്റെ വാതിലടിച്ചിട്ട് അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയാണ്. ഈ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടരെയും വെച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് അദ്ദേഹം സഞ്ചരിച്ചു. ഹുർഖാലിസ് മറ്റൊരു കൊട്ടാരത്തിലേക്ക് സഞ്ചരിച്ചിട്ട് ആ കൊട്ടാരത്തിന്റെ വാതിലൊക്കെ ക്ലോസ് ചെയ്തിട്ട് അവിടുത്തെ പൗരപ്രമുഖരോടൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണം നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ പ്രതാപവും ഇസ്സത്തൊക്കെ ധനാഢ്യമായ ഈ അവസ്ഥ നിങ്ങൾക്ക് നിലനിൽക്കണമെന്ന് ആവശ്യമുണ്ടോ, ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു, നിങ്ങൾ എന്നാൽ മുഹമ്മദിലേക്ക് വിശ്വസിച്ചോളൂ, നിങ്ങൾക്ക് അത് നിലനിന്ന് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവർ ലഹത്തുണ്ടാക്കിയെന്ന്, ബഹളം ഉണ്ടാക്കിയെന്നാണ്. എന്നിട്ട് അവര് മൊത്തം ഓടി പുറത്തു പോകാൻ ശ്രമിച്ചു. ഹുർഖാലിസ് രാജാവിന് ഭയമായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ, നിങ്ങളെ വിശ്വാസത്തിൽ നിങ്ങൾ ഉറപ്പന്നാണല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്
അല്ലാതെ ഞാൻ അദ്ദേഹത്തിൽ വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നിട്ട് ഹുർഖാലിസ് രാജാവ് മരണപ്പെടുന്നത് അമുസ്ലിമായിട്ടാണ്. സ്വന്തം പദവിയും ആളുകളും തിരിച്ച് കൊത്തുമെന്ന ഭയത്താൽ അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത് അമുസ്ലിമായിട്ട് തന്നെയാണ്. പറഞ്ഞു വരുന്നത് അമുസ്ലിമായ ആളുകൾ പോലും അദ്ദേഹത്തെ സത്യപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രവാചകനാണ് പ്രിയം നിറഞ്ഞവരെ നമ്മുടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ശീലമാണ്, സുന്നത്താണ് രാത്രികാലങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരം കിട്ടിയ എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ ലഖാന ഉമർ എന്ന് സാക്ഷ്യവാക്യം ലഭിച്ച ഉമർ റളിയല്ലാഹു അൻഹു രാത്രികാലങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിനെ കുറിച്ച് സ്വലാത്ത് ചെല്ലുന്നതായിക്കൊണ്ട് ഒരു പെൺകുട്ടി സ്വലാത്ത് ചെല്ലുന്നത് കേട്ടു. ആ ചെല്ലുന്നത് തന്നെ ഒരു കവിതയുടെ രൂപത്തിലാണ്. ആ പെൺകുട്ടി പറയുകയാണ്, മുൻഗാമികളായ മഹാന്മാരൊക്കെ, വലിയ വലിയ അഷ്റാഫുകളായ ആളുകളൊക്കെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, അങ്ങനെയുള്ള മഹാനാണ് ഞങ്ങളുടെ പ്രവാചകൻ എന്ന് ആശയം വരുന്ന കവിത പെൺകുട്ടി ചൊല്ലിയ സന്ദർഭത്തിൽ ആ വാതിൽക്കൽ ഇരുന്നു കൊണ്ട് കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞിട്ടുണ്ടായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതായിരുന്നു അവരുടെ സ്നേഹം എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത സ്നേഹമായിരുന്നു പ്രിയം നിറഞ്ഞവരവർക്ക്. റസൂലിന്റെ ഓർമ്മകൾ അവരെ കരയിപ്പിച്ചിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് പറയാണ്, റസൂലെ എനിക്ക് നിങ്ങളെ കാണാതായപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സങ്കടമായി. റസൂൽ നിങ്ങളെ കാണാതെന്നപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി. റസൂലിന്റെ സദസ്സിൽ അദ്ദേഹം വന്നിട്ടാണ് ഒരു സ്വഹാബി വന്നിട്ട് പറയുന്നത്, റസൂലെ നിങ്ങളിങ്ങനെ കാണാതിരുന്നപ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി റസൂലെ എന്ന് പറഞ്ഞു. എന്നിട്ട് സുമ്മയബുക്കി, എന്നിട്ട് കരഞ്ഞു. എന്തിനാ കരഞ്ഞത്? കണ്ടല്ലോ അദ്ദേഹം മറ്റൊരു സ്ഥലത്തായിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം പറയും, റസൂൽ നിങ്ങളങ്ങനെ കാണാതിരുന്നപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി റസൂൽ എന്ന് പറഞ്ഞിട്ട് റസൂലിന്റെ സദസ്സിൽ വന്നുകൊണ്ട് അദ്ദേഹം കരയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, പ്രവാചകരെ പരലോകത്തൊരു ദിനം വരാനുണ്ടല്ലോ, താങ്കൾ ആ സമയത്ത് മറ്റ് അംബിയ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ അമ്പിയാക്കളുടെ കൂടെ ആയിരിക്കുമല്ലോ പ്രവാചകരെ, അപ്പൊ ഞാനെങ്ങനെ കാണപ്പെടച്ചോനെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരഞ്ഞതായിക്കൊണ്ട് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് പ്രിയം പറഞ്ഞവരെ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയെന്നാണ്, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച ആളുകൾ അവർക്ക് നബിമാരോടൊപ്പം ഒരു സ്ഥാനമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിക്കൊണ്ട് ആ സ്വഹാബിയെ ആശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞവരെ അവരുടെ സ്നേഹങ്ങൾ ആലോചിച്ചു. മഹാനായ ഖാലിദ് ഇബ്നു വലീദിന്റെ സദസ്സിൽ ഒരു സന്ദർഭം ഉണ്ടായി. റസൂലിന്റെ അടുക്കൽ വന്നിട്ട് അറാബി, ഒരു കാട്ടറബി വന്നിട്ട് റസൂലിന്റെ മുഖത്ത് തോളിലുണ്ടായിരുന്ന തുണി അങ്ങോട്ട് വലിച്ച് ആ സന്ദർഭത്തിൽ റസൂലിന്റെ ഇവിടെ അങ്ങ് ചുവന്നു വന്ന് റസൂലിന് വേദനിച്ചു. റസൂലിനെ വേദനിച്ചത് കണ്ടപ്പോൾ ഖാലിദ് ഇബ്നു വലീദിന്റെ ഗളബളകി, ദേഷ്യളകി. ഖാലിദ് ഇബ്നു വലീദ് പറഞ്ഞു, റസൂൽ അവന്റെ തല ഞാൻ എടുക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖാലിദ് ഇബ്നു വലീദ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയം നിറഞ്ഞവരെ അവരുടെ സ്നേഹം എത്രയാണ്, നമ്മുടെ സ്നേഹം എത്രയാണ്. മഹദിയായ ആയിഷ, നമ്മുടെ ഉമ്മ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റം പ്രണയമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. റസൂലുള്ള ഒരിക്കൽ ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, ആയിഷ നീ എൻ്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാവുന്ന ആലോചിക്കുമ്പോൾ എനിക്ക് മരണം പോലും നിസാരമാണ് ആയിഷ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞു. അത്രയും സ്നേഹമായിരുന്നു ആയിഷക്ക് റസൂലിന് ആയിഷയോട്. ആയിഷ ബീവി പറയാണ്, റസൂൽ വഫാത്തായ മദീനയുണ്ടല്ലോ, റസൂൽ വഫാത്തായതിനു ശേഷം സ്വഹാബത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നനഞ്ഞുപോയ ചെമ്മരിയാടുകളെ പോലെയായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ശക്തമായ ശൈത്യമുള്ള രാത്രിയിലെ നനഞ്ഞ ആടുകളെ പോലെ ആയിരുന്നു സ്വഹാബത്തിന്റെ അവസ്ഥ എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നമ്മുടെ ഉമ്മ ആയിഷ ബിൻത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അവരാകെ ഡൗൺ ആയി പോയി എന്നാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ മദീന എൻ്റെ പ്രവാചകന്റെ ഓർമ്മയാണ്. അദ്ദേഹം ഇല്ലാത്ത മദീനത്ത് ബിലാൽ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വിട്ടുപോകുന്നുണ്ട് പ്രിയം നിറഞ്ഞവരെ. അവരുടെ ഒന്നും സ്നേഹത്തിന്റെ അയലത്ത് തന്നെ പറയാം നമുക്ക്, അവിടെ നമുക്ക് എത്താൻ കഴിയൂല, എത്തിയിട്ടുമില്ല നമ്മൾ. റസൂലിന് വേണ്ടി എന്തു ചെയ്യാമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു അവർ. റസൂലിന് വേണ്ടി മരിക്കാൻ തയ്യാറായവർ, റസൂലിന് വേണ്ടി എന്തും ചെയ്യാൻ ഇഷ്ടമുള്ള ആഗ്രഹമുള്ളവനായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. റസൂലിന്റെ ചോദ്യത്തിനായി കാത്തു നിൽക്കുന്ന പോലെ റസൂല് സ്വർഗം വേണോ ഉസ്മാനെ എന്ന് ചോദിച്ചപ്പോൾ തന്റെ സമ്പത്തിൽ കണക്കില്ലാതെ ചെലവഴിച്ചവനായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ കേട്ട കഥയാണ്. ഉമർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ മരണ വാർത്ത അറിഞ്ഞ് വാളെടുത്തിരുന്നു. ആരടാ റസൂല് മരിച്ചു എന്ന് പറഞ്ഞത്, അവന്റെ തല ഞാൻ കൊയ്യുമെന്ന് പറഞ്ഞ അത്രയും സ്നേഹമായിരുന്നു പ്രിയം നിറഞ്ഞവരെ സ്വഹാബത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ ബീബി, അതുപോലെ തന്നെ റസൂലിന്റെ പ്രിയ മകൾ ഫാത്തിമ ബീവി, ഇവരൊക്കെ ജീവിച്ചത് വല്ലാത്ത പ്രയാസത്തിലായിരുന്നു. ആയിഷ ബീബി മരണപ്പെട്ടതൊക്കെ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. റസൂലിന്റെ മരണം സഹിക്കാൻ കഴിയാതെ രോഗിയായിപ്പോയി. അത്രയും ഇഷ്ടമാണ് അവർക്കൊക്കെ. റസൂലിന്റെ മരണം സഹിക്കവയ്യാതെ രോഗിയായിപ്പോയി. ആ രോഗത്താലാണ് അവരൊക്കെ മരണപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരങ്ങനെയായിരുന്നു ഏറ്റെടുത്തിരുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ നമ്മൾ വല്ലാതെ സ്നേഹിക്കണം കേട്ടോ, അത് പറയാനാണ്. റസൂലിന് നമ്മളൊക്കെ സ്നേഹം പോരെ പ്രിയം നിറഞ്ഞവരെ.
റസൂൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഗീറത്തായിരുന്നു, ആത്മരോഷമായിരുന്നു. റസൂലിന് വേണ്ടി എന്തും ബി അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, ഉമ്മയെയും തരാം ഉപ്പയെയും തരാം റസൂലേ, നിങ്ങൾക്ക് ഞങ്ങൾ എന്തും തരാമെന്ന് പ്രഖ്യാപിക്കുന്നവരായിരുന്നു ഇബ്രാഹിം എന്ന് പറഞ്ഞവരെ. നമ്മുടെയൊക്കെ സ്നേഹം ഒരുപാട് വർദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം നമുക്ക് ഒന്നും പഠിപ്പിക്കാതെ പോയിട്ടില്ല. അദ്ദേഹത്തിന് ടെൻഷനായിരുന്നു എന്നാണ്. എല്ലാവരും തൗഹീദിലെത്തണം പഠിച്ചോനെ, എല്ലാവരും ഹിദായത്തിലെത്തണം പഠിച്ചോനെ. നമ്മളങ്ങനെ ഉണ്ടല്ലോ, ഇപ്പൊ ചില ആളുകൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ചില ആളുകൾ പോലും എന്താ ചിന്തിക്കല്, അല്ലെ സംഘടനകളുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ, മുസ്ലിം കൂട്ടത്തിൽ പല ആശയങ്ങളുണ്ടല്ലോ. അപ്പൊ എല്ലാവരും ചിന്തിക്കുന്ന നമ്മളെ ഇഷ്ടത്തിൽ ഇങ്ങനെ ജീവിക്കുക, ഓൻ പഠിച്ച ദീനുമായിട്ട് പോട്ടെ, ഞാൻ പഠിച്ച ദീനുമായിട്ട് പോട്ടെ, അങ്ങനെ ഒരു ജനാധിപത്യ ചിന്ത നമുക്ക്. ഓൻ നരകത്തിൽ പോണ ഓന് അങ്ങനെ വിശ്വസിച്ചോണ്ടല്ലോ, അങ്ങനെയാണോ നമ്മുടെ ചിന്ത, ഓൻ പോണ പോയിക്കോട്ടെ, ഓൻ ചെയ്തോണ്ട്, അങ്ങനെയാണോ? അങ്ങനെയല്ല. റസൂൽ അങ്ങനല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ടെൻഷനായിരുന്നു, എല്ലാവരും സ്വർഗ്ഗത്തിലെത്തണം, എല്ലാവരും ഹിദായത്തിലെത്തണം. അങ്ങനെ ചിന്തിച്ചവനായിരുന്നു നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും നേർമാർഗത്തിലെത്തണം. ആ ഒരു സ്വാർത്ഥത റസൂൽ വല്ലാണ്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹിക്ക് ടെൻഷൻ ഏറിയിട്ട് അള്ളാഹ് ആയത്തിറക്കിയെന്ന റസൂൽ നിങ്ങളിങ്ങനെ ടെൻഷൻ ആവല്ലേ, നിങ്ങളിങ്ങനെ എത്തിച്ചു കൊടുത്താൽ മതി കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനപ്പെടുത്തിയെന്നാണ്. എന്ന് പറഞ്ഞാൽ റസൂലിനോട് നമ്മൾ എങ്ങനെ നമുക്ക് സ്നേഹമില്ലാണ്ട്, റസൂൽ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു രസകരമായ ഒരു കഥയുണ്ട്. നമുക്കൊന്നും റസൂൽ പറയാതെ പോയിട്ടില്ല കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിലേക്ക് വന്നു. ആയിഷാ ബീവിയുടെ ചാൻസ് ആയിരുന്നു അന്ന്. ആയിഷാ ബീവിയുടെ ഹുജറയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ആയിഷാ ബീവിന്റെ അടുക്കൽ റസൂൽ കിടന്നു എന്നാണ്. റസൂലിന്റെ തലപ്പാവൂരി കട്ടിലിന്റെ ചുവട്ടിൽ വെച്ചു, കിടക്കന്റെ സൈഡിൽ ഇങ്ങനെ വെച്ചു, ചെരുപ്പൂരി അത് സൈഡിൽ വെച്ചു. ആയിഷാ ബീവിന്റെ അടുത്ത് ഇങ്ങനെ കിടന്നു. റസൂലിന്റെ ഇതിൽ ഓരോന്നിനും റസൂലിന്റെ കെയറിങ്ങും പ്രണയവും സ്നേഹവും അനുകമ്പൊക്കെ പഠിക്കാനുണ്ട് നമുക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ സൈഡിൽ വെച്ചിട്ട് ആയിഷാ ബീവിയുടെ അടുത്ത് ഇങ്ങനെ കിടന്നു. ആയിഷ ഇങ്ങനെ ഉറങ്ങിയെന്ന് റസൂലുള്ളാഹിക്ക് തോന്നിയപ്പോൾ റസൂലുള്ളാഹി മെല്ലെ എണീറ്റു, തലപ്പാവ് ധരിച്ചു, ഫൻതഅല റസൂലുള്ളാഹി ചെരുപ്പ് ധരിച്ചു, എന്നിട്ട് മെല്ലെ പുറത്തു പോയി. ആയിഷാ ബീവി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹിനെ ആയിഷാ ബീവി വിചാരിച്ചു റസൂലുള്ള മറ്റു ഭാര്യന്റെ ഏതെങ്കിലും വീട്ടിൽ പോയതെന്ന് വെച്ചാൽ റസൂൽ ആയിഷാ ബീവി ദേഷ്യം പിടിച്ചു എന്നാണ്. ഇന്റെ പ്രവാചകൻ അങ്ങനെ ഓരെടുത്ത് പോകാന്നുള്ള ആത്മരോഷം ഉണ്ടല്ലോ, റസൂലിനെ അങ്ങേറ്റം ഇഷ്ടമായിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിച്ച് തലപ്പാവ് ധരിച്ച് പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ആയിഷാ ബീവി വേഗം മക്കനെടുത്തിട്ട് എഖ്തമർത്തു എന്നാണ് ആയിഷാ ബീവി പറഞ്ഞു. ഞാൻ ഹിമാർ എടുത്തിട്ട് ഞാൻ എൻ്റെ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് എന്ത് ചെയ്യും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഫോളോ ചെയ്തു എന്നാണ്. അങ്ങനെ റസൂൽ ഇങ്ങനെ പോയി എത്തിയതാകട്ടെ ബഖീയിലാണ്, രാത്രിയാണ് സമയം. ആയിഷാ ബീവി പോയെന്ന് ഉറപ്പായപ്പോഴാണ് റസൂൽ എണീറ്റ് പോയത്. ബഖീന്റെ അടുക്കൽ പോയിട്ട് റസൂൽ ഇങ്ങനെ റസൂൽ പറഞ്ഞല്ലോ, നമ്മൾ ഖബർ സിയാറത്ത് ചെയ്യണേ, ഖബർ സിയാറത്ത് നിങ്ങൾക്ക് പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി തരുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. ആ റസൂലുള്ള പരലോകം ഓർക്കാൻ വേണ്ടി പോവുക. റസൂലൊക്കെ ഓർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര ഓർക്കണം പറയുന്നവർക്ക് വരെ ആ റസൂലിൽ അങ്ങനെ പോവുകയാണ്. റസൂലിന്റെ കുറച്ച് ഗ്യാപ്പിൽ ഡിസ്റ്റൻസിലാണ് ആയിഷാ ബീവി ഉള്ളത്. അങ്ങനെ റസൂലുള്ള അവിടെ നിന്നുള്ള സുന്നത്തൊക്കെ കഴിഞ്ഞ റസൂലിനെ തിരിഞ്ഞു നിന്നപ്പോൾ ആയിഷാ ബീവി ഞാൻ തിരിഞ്ഞാളുണ്ട്. അപ്പോൾ റസൂലിനെ ആളെ മനസ്സിലായിട്ടില്ല, ഒരു കറുത്ത രൂപത്തെയാണ് ആയിഷ റസൂലിനെ കാണുന്നത്. എന്താ ആയിഷ റസൂലിനെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആയിഷാ ബീവി നടക്കാൻ തുടങ്ങി. റസൂലിനെ സ്പീഡ് കൂട്ടിയപ്പോൾ ആയിഷാ ബീവിയും സ്പീഡ് കൂട്ടി, റസൂൽ ഓടിയപ്പോൾ ആയിഷാ ബീവിയും സ്പീഡ് കൂട്ടിയതാണ്. എന്നിട്ട് വേഗം പോയി കിടന്നാളെന്നാണ്. കിടന്നാളപ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഓടിപ്പോയി കിടക്കുമല്ലോ. റസൂലിനെ ഓടി വീട്ടിലെത്തിട്ട് ആയിഷാ ബീവി ഇങ്ങനെ കിടന്നിട്ട് കാണും, ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആയിഷ എന്താണെന്ന് ചോദിച്ചു. ആയിഷ ഒന്നുമില്ല റസൂല. അപ്പോൾ മര്യാദയ്ക്ക് പറഞ്ഞു, ഞാൻ അല്ലെങ്കിൽ ഇനി പറഞ്ഞിട്ടില്ല, പഠിച്ചോൻ പറഞ്ഞു തരട്ടോ എന്ന് ഭീഷണിപ്പെടുത്തി. അങ്ങനെ റസൂലുള്ള ആയിഷാ ബീവി പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്ത് വന്നതാണ്. അപ്പോൾ അപ്പോൾ റസൂലുള്ളാഹിനോട് റസൂൽ തിരിച്ചു വെച്ച്, എനിക്ക് ചെറിയൊരു ഗീറത്തുണ്ടായ ആയിഷ, ചെറിയൊരു ദേഷ്യം വന്നില്ലേ ചോദിച്ചു. എന്ന് പറഞ്ഞു ആയിഷാ ബീവി. അങ്ങനെ ആയിഷാ ബീവിനെ അതിനോട് പിന്നെ റസൂലുള്ള തിരിച്ചു ചോദിക്കാം, റസൂൽ നിങ്ങൾ എവിടെ ഈ രാത്രിക്ക് പോയി? റസൂലുള്ള പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. പക്ഷേ എന്നിട്ടും ആ കൗതുകത്തിൽ ആ കുഞ്ഞി ആയിഷാ ബീവി ചോദിക്കാം, റസൂൽ നിങ്ങൾ എവിടെ പോയെന്ന് വെച്ചു. പറഞ്ഞു, ഞാൻ ജിബ്രീൽ വിളിച്ചിട്ട് പോയാൽ. ജിബ്രീൽ അപ്പോൾ വീട്ടിൽ കയറിയിട്ടില്ല. എന്തുകൊണ്ട് വീട്ടിൽ കയറാത്തെന്ന് പറയും, വല്ലാത്തൊരു അദബാട്ടോ സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിനെ വീട്ടിന്റെ ഉള്ളിൽ കയറി ആയിഷാ ബീവിന്റെ അടുത്തുള്ളപ്പോൾ ജിബ്രീൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ രാത്രി ആയിഷാ ബീവിന്റെ ആ ഹുജറയിലേക്ക് റൂമിലേക്ക് ജിബ്രീൽ കയറിയില്ല. എന്താ കാരണം എന്നറിയാം? റസൂൽ പറയാണ്, ആയിഷ നീ വസ്ത്രം കഴിച്ചിട്ടുണ്ട്, അഥവാ വീട്ടിൽ നിന്ന് ഉള്ളിൽ ധരിക്കുന്ന വസ്ത്രം ഉണ്ടല്ലോ, ഉറത്തൊക്കെ കാണിച്ചിട്ടായിരിക്കും സ്വാഭാവികമായിട്ടുണ്ടാവും. ആ വസ്ത്രം ധരിച്ചിട്ട് ആയിഷാ ബീവി ഉള്ളത്. അതുകൊണ്ടാണ് ആയിഷ ജിബ്രീൽ അകത്ത് കയറാത്തത്. ജിബ്രീൽ മലക്കാണ്, നമ്മളെപ്പോലെ മുക്കല്ലഫീങ്ങളല്ല, നമ്മളെപ്പോലെ ഹറാമു അഥവാ നമ്മളെപ്പോലെ അള്ളാഹു ചോദ്യം ചെയ്യുന്ന ആളുകളല്ല. എന്നിട്ട് പോലും ഒരു മലക്കാണ്, ജിബ്രീലാണ്. നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരനല്ല. ആ ജിബ്രീൽ പോലും ഒരു സ്ത്രീയുടെ മുന്നിൽ അങ്ങനെ ഒരു അദബ് കാണിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു പാടുണ്ട് നമുക്ക് ആ ചരിത്രത്തിൽ. പെട്ടെന്ന് ഇങ്ങനെ കയറി ചെല്ലാന്നുള്ളതൊരു നമുക്ക് പോലും എന്തുണ്ട്, സൂറത്ത് നൂറിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വീട്ടിൽ കയറുമ്പോൾ അദബ് പഠിപ്പിച്ചിരുന്നുണ്ട്. ഒരു മലക്കാണ് അദബ് കാണിച്ചത്, ഒരു സ്ത്രീ അതിൻ്റെ ഉള്ളിലുണ്ട്. അവരുടെ വസ്ത്രം എന്തായിരിക്കും, ഇപ്പൊ രാത്രിയാവുമ്പോൾ മറ്റ് പല വസ്ത്രങ്ങളായിട്ടുണ്ടാവും ധരിച്ചിട്ടുണ്ടാവുക എന്ന ബോധത്തിൽ മലക്ക് പോലും വീട്ടിൻ്റെ ഉള്ളിൽ കയറാൻ മടിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയം നിറഞ്ഞവരെ ആ ഹയാ ഉണ്ടല്ലോ, ആ മലക്കിനുണ്ടായ ലജ്ജ ഹയാ, അതാണ് നമ്മുടെ ഉമ്മത്തിന് ഇല്ലാതെ പോയത്, നമുക്ക് ഉണ്ടാവണത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജിബ്രീൽ വിളിച്ചിട്ട് ഞാൻ പോയതാണ് ബഖീയിലേക്ക് എന്നാണ്.
അങ്ങനെ ആ ഹദീസ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നത് മഹതിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ. ഓരോ പോയിന്റും നമുക്ക് പറഞ്ഞു. നമ്മൾ കേട്ടിട്ടുള്ള പല ചരിത്രം അത് ഒന്നും പറയാതെ പോയിട്ടില്ല. റസൂലിനെ നമ്മൾ പറഞ്ഞല്ലോ, റസൂൽ നിങ്ങളെ കാണാതിരിക്കാൻ കഴിയുന്നില്ല എന്നാ പറഞ്ഞു. നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല. അതോ അവർ ജീവിച്ചിരിപ്പുണ്ടേ. റസൂലിനെ അങ്ങനെ 1-2 കിലോമീറ്റർ സഞ്ചരിച്ച, കുറച്ച് കിലോമീറ്റർ സഞ്ചരിച്ച റസൂലിനെ കാണുമല്ലോ. എന്നിട്ടും ഒരു സ്വഹാബി വന്ന കഥ നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾ കാണാതിരിക്കാൻ കഴിയില്ല, ഇനി പരലോകത്തെ നിങ്ങളെ കാണാൻ കഴിയില്ലെന്ന് ആലോചിച്ച് കരിഞ്ഞു പോയി. അത്ര സ്നേഹമായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. റസൂൽ പറഞ്ഞാൽ ഏതറ്റം വരെ പോകും. അബൂബക്കർ റളിയല്ലാഹുവിനും മുഴുവൻ സ്വത്തും റസൂലുള്ളാഹിക്ക് വേണ്ടി ദീനിന് വേണ്ടി കൊടുത്തു നമ്മൾ കേട്ടില്ലേ. നമ്മളൊക്കെ വലിയ വീമ്പൾക്കലാണ്. റസൂലുള്ളാഹിയോട് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊന്നും ഒരു ഇഷ്ടമില്ല പറയുന്നവരെ. നമുക്ക് എത്ര ഈമാൻ കയറിയാലും സ്വത്തിന്റെ ഒരു കാൽഭാഗം പോലും നമ്മൾ ദീനിന് കൊടുക്കും ഇല്ല. അബൂബക്കർ റളിയല്ലാഹുവിനൊക്കെ എന്തുകൊണ്ട് കൊടുത്തു? റസൂലിനോട് അങ്ങേയറ്റം മഹബത്തായിരുന്നു അവർക്ക്. എന്തുകൊണ്ട്? ഉസ്മാൻ റളിയല്ലാഹു റസൂൽ പറഞ്ഞാൽ പിന്നെ ചോദ്യവും വർത്താനൊന്നുമില്ല. എന്തിനാ റസൂൽ, ഏതിനാന്നൊന്നുമില്ല, കൊടുക്കുന്ന. അതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. ആ സ്നേഹത്തിന് ഒരർത്ഥമുണ്ടായിരുന്നു. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളൊക്കെ കേട്ടൊരു ഹദീസാണ്, ചരിത്രമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഒരു പേരുണ്ട്, മുത്തബിഉസ് സുന്ന. ഇബ്നു ഉമർ റളിയല്ലാഹു റസൂലുള്ളാഹി സഞ്ചരിച്ച വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമായിരുന്നു. സഞ്ചരിച്ചിട്ട് ഒരിക്കലും ഇബ്നു ഉമർ റളിയല്ലാഹു ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് തല ഇങ്ങനെ കുനിച്ചിങ്ങനെ നടന്നു ഇങ്ങനെ താഴ്ത്തിയിട്ട്. അപ്പോൾ ചോദിച്ചു, എന്തിനാ ഞങ്ങൾ തല കുനിച്ച് കിടന്ന്? റസൂലുള്ള പണ്ട് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അപ്പൊ മരം ക്രോസ് ചെയ്യുമ്പോൾ റസൂൽ തല കുനിച്ചിരുന്നു. ഇപ്പൊ ആ മരമില്ല, എന്നാലും റസൂലുള്ളാഹി തല കുനിച്ചുകൊണ്ട് അവിടുന്ന് കുനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും റസൂലുള്ളാഹിയെ പിൻപറ്റിയവരാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബികൾ എന്നുള്ളതാണ്. ആ സ്വഹാബത്താണ് നമുക്ക് എല്ലാ നിലക്കും റോൾ മോഡൽ. അവർക്കറിയാത്തൊരു ദീൻ നമുക്ക് വേണ്ട പ്രിയം നിറഞ്ഞവർ. എന്തിനാണ് നമുക്ക് എല്ലാത്തിനും നമ്മൾ റസൂലുള്ള എന്നിങ്ങനെ ഡയലോഗ് അടിക്കുമെന്നല്ലാതെ റസൂലുള്ളാഹിന്റെ എത്ര ഹദീസ് നമുക്കറിയാം, റസൂലുള്ളാഹിന്റെ എത്ര സുന്നത്ത് നമുക്കറിയാം. നിങ്ങളൊക്കെ ഇവിടുത്തെ പള്ളികളിലൊക്കെ ഹിസ്നുൽ മുസ്ലിം കണ്ടിട്ടുണ്ടാവല്ലോ, പ്രവാചക ഹിസ്നുൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ പരിചാനം. അതിൽ നിങ്ങൾ എടുത്തു നോക്കി, ഏറ്റവും മിനിമം 90 ടൈറ്റിൽ കാണാം, ഹെഡിങ്. 90 ഹെഡിങ് മാത്രമാണ്. ഓരോ ഹെഡിങ് എന്താ? രാവിലെ എണീറ്റത് മുതലുള്ള ദിക്റുകളാണ്. എണീറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ വരെ. ഇനി ഉറക്കത്തിൻ്റെ ഇടയിൽ ഞെട്ടി എണീറ്റാൽ പോലും നമുക്ക് ചെല്ലാ ദിക്റുണ്ട്. അത്രയും വ്യക്തമായി അലാ മഹജ്ജത്തിൻ ബൈള, ഒരു തൂവള്ള പാത എന്ന പോൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം വ്യക്തമാക്കിയിട്ട് നമുക്ക് പോയിട്ടുള്ളത്. ഒന്നും പറയാതെ പോയിട്ടില്ല. ആ റസൂലുള്ള പറയാത്തൊന്നും ചെയ്യല്ല മനുഷ്യരെ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉദ്ധരിക്കുന്ന വല്ലാത്തൊരു ഹദീസ് ഉണ്ട്. റസൂലുള്ള വജിലത്ത്, റസൂലുള്ള അങ്ങോട്ട് വിറച്ചു എന്നാണ്. റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ പൊഴിഞ്ഞു വന്നു എന്നാണ്. അത്രയും ഗൗരവമുള്ള ഒരു കാര്യം റസൂൽ പറയാൻ പോവാണ്. പറഞ്ഞ വിഷയം എന്താ അറിയോ? ബിദ്അത്ത് ചെയ്യില്ല, ഞാൻ പഠിപ്പിക്കാത്തൊന്നും ചെയ്യല്ല കൂട്ടരെ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? റസൂലിന്റെ ശരീരഭാഷ അങ്ങോട്ട് മാറി, റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിഞ്ഞു. എന്നിട്ട് റസൂൽ ഉമ്മത്തിന് കൊടുത്ത ഉപദേശം, ഞാൻ ചെയ്യാത്തതൊന്നും നിങ്ങൾ ചെയ്യല്ലോ. ആ റസൂലുള്ള പറഞ്ഞതിനോടൊന്നും ആർക്കും റെസ്പെക്ട് ഇല്ല. ഇന്നത്തെ നമ്മൾ ആരുടെ സംഘടനയെയോ ഏതെങ്കിലും ഒരു ആഘോഷത്തെ ഒന്നും നമ്മൾ പറയുന്നില്ല. റസൂലുള്ള ആഘോഷിക്കാത്ത എത്ര ആഘോഷങ്ങളാണ് ഉമ്മത്ത് ആഘോഷിക്കുന്നത്, സ്റ്റാറ്റസുകളാണ്. റസൂലുള്ള മറ്റു ആഘോഷങ്ങൾ ആഘോഷിച്ച് അത് അഭിമാനമായി കണ്ടുകൊണ്ട് ആളുകൾ ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കുകയാണ്. റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല എന്ന് ഉറപ്പാണ്. അത് നമ്മൾ ചെവി തന്നെ കൊള്ളുന്നില്ല. നമ്മളെ ഉമ്മത്ത് ചിന്തിക്കും, ഒരു ഹറാമായ രീതിയിൽ ഒരു ആഘോഷം നമ്മളായാലും പങ്കെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ ഉമ്മത്ത് ഇതിന്റെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാതെ പഠിച്ചത് എന്ന് ചിന്തിക്കലുണ്ട്. നമ്മൾ ചിന്തിക്കലില്ല. അയാളുടെ നമുക്ക് അതിന് നേരം റസൂലൊക്കെ എവിടെ? എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു സീസണൽ ഇഷ്ടവും മഹബത്തൊക്കെ റസൂലിനോട് നമുക്ക് അങ്ങോട്ട് വരും. ആഘോഷം വരുമ്പോൾ മാത്രം ചില ആൾക്കാർക്ക് ഒരു ഇഷ്ടമാണ് റസൂലിനോട്. എന്തർത്ഥമാണ് ആ ഇഷ്ടത്തോടുള്ളത്? എന്ത് ആത്മാർത്ഥതയാണ് റസൂലിനോട് നമുക്കുള്ളത്? റസൂലുള്ളാഹിന്റെ സുന്നത്തൊന്നും ജീവിതത്തിലില്ല. റസൂലുള്ളാഹി പഠിപ്പിച്ച ദിക്റൊന്നും നമുക്കറിയില്ല. നിസ്കാരത്തിൽ തന്നെ മുഴുവൻ ദിക്റും നമുക്കറിയില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി കിടക്കുമ്പോൾ എന്താ ചൊല്ലിയത്? എഴുന്നേൽക്കുമ്പോൾ എന്താ ചൊല്ലിയത്? റസൂലുള്ളാഹി വിഷമം വന്നാൽ എന്താ ചൊല്ലിയത്? റസൂലുള്ളാഹി ശരീരവേദന വന്നാൽ എന്താ ചൊല്ലിയത്? ഇതൊന്നും നമുക്കറിയില്ല. എന്നാൽ റസൂലുള്ളാഹി പഠിപ്പിക്കാത്തതൊക്കെ നല്ലതെന്ന പേരിൽ നമ്മളിങ്ങനെ ചെയ്തു കൂട്ടുക. മതസൗഹാർദ്ദം എന്ന പേരിൽ നമ്മൾ ചെയ്തു കൂട്ടുകയാണ്. നല്ലതെന്ന പേരിൽ ചെയ്തു കൂട്ടുകയാണ്. റസൂലിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു ചെയ്തു കൂട്ടുകയാണ്. നമ്മളെക്കാൾ സ്നേഹമുള്ളവരാണ് പ്രിയം നിറഞ്ഞവരെ സ്വഹാബത്ത്. അവരെക്കാളൊക്കെ എന്ത് സ്നേഹം നമുക്കുള്ളത്? അതുപോലെ എന്ത് റസൂലുള്ളാഹിക്ക് സ്നേഹം കാണിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് നടന്ന ആൾക്കാവുമാണ്. റസൂലുള്ളാഹിക്ക് ഹദിയ കൊണ്ട് കൊടുക്കുമായിരുന്നാണ് ആളുകൾ. ഒരു പെൺകുട്ടി അവളുടെ അടുത്തുള്ളതൊരു മുന്തിരിയാണ്, പുളിക്കുന്ന മുന്തിരിയാണ്. എന്നാൽ അത് കൊണ്ടെടുത്തിട്ടെങ്കിലും എൻ്റെ റസൂലുള്ളാഹി, അതാണ് അവരുടെ മെന്റാലിറ്റി എന്നാണ്. സ്വഹാബത്തൊക്കെ റസൂലുള്ളാഹിക്ക് ഹദിയ കൊണ്ടേ കൊടുക്കുമായിരുന്നു, സമ്മാനം കൊണ്ടേ കൊടുക്കും. എന്തിനാ? റസൂലുള്ളാഹിയുടെ ഇഷ്ടം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം പ്രിയം നിറഞ്ഞവരെ. അങ്ങനെയായിരുന്നു അവരൊക്കെ റസൂലിനെ സ്നേഹിച്ചത്. റസൂലുള്ളാഹിനെ അങ്ങേയറ്റം പിൻപറ്റിക്കൊണ്ടായിരുന്നു അവരൊക്കെ റസൂലിനെ സ്നേഹിച്ചിട്ടുള്ളത്. മറ്റൊരു ന്യായങ്ങളും നമ്മൾ കേൾക്കേണ്ടതില്ല. ഇത് സംഘടന വർത്താനൊന്നുമല്ല പറയുന്നത്. ഒരു സംഘടനയുടെ ആശയം പറയുന്നത് തനതായ ഇസ്ലാമ പറയുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഹദീസ് ഉണ്ട്, അത് പക്ക ഹദീസാണ്. മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്.
ഞാൻ പഠിപ്പിക്കാത്ത അന്തങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും സ്വീകരിക്കൂല, ഒരാൾക്ക് തള്ളപ്പെടേണ്ടതായിരിക്കും എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്കാണ് ഏറ്റവും കൂടുതൽ ഉമ്മത്ത് പരലോകത്ത് ഉണ്ടാകുന്നത്. എല്ലാ പ്രവാചകന്മാരെക്കാളും ഏറ്റവും കൂടുതൽ അനുയായികൾ പരലോകത്ത് ഉണ്ടാവുക റസൂലിനാണ്. റസൂലുള്ളാഹിക്ക് മാത്രം അള്ളാഹു കൊടുത്തൊരു അനുഗ്രഹമുണ്ട്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ഹൗദുൽ കൗസർ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് റസൂൽ പറയുന്നത്, എന്റെ കൗമിങ്ങനെ വെള്ളം കുടിക്കാൻ വരുന്ന ഹൗദുൽ കൗസർ എന്ന്. ചില ആൾക്കാർക്ക് അള്ളാഹു അതിൽ നിന്ന് വിലക്കിയിട്ടുണ്ടാവുന്ന, അങ്ങനത്തെ ആൾക്കാർക്ക് റസൂലുള്ള പഠിപ്പിക്കാത്ത ചെയ്ത ആൾക്കാരോടൊക്കെ റസൂലുള്ള പറയുന്ന സുഖൻ സൂക്ക പൊയ്ക്കോളി, നിങ്ങൾക്ക് വെള്ളമില്ല, നിങ്ങൾക്ക് ഈ ഹൗദുൽ കൗസർ എന്ന് വെള്ളമില്ല എന്ന് പറയുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പഠിപ്പിക്കാത്ത ചെയ്യല്ല, ഹറാമാണ്, പാടില്ല. അത് മതം, ഏത് മതത്തിന്റെ പേരിലുള്ള ആഘോഷങ്ങളാണെങ്കിലും മുസ്ലിമിന് രണ്ട് ആഘോഷം. റസൂലുള്ള മദീനത്തിൽ ഇപ്പൊ പറഞ്ഞൊരു വർത്താനുണ്ട്, അവിടെ പല ആഘോഷങ്ങളുണ്ടായിരുന്നു, റസൂലുള്ള പറഞ്ഞു ഈ ആഘോഷത്തിനൊക്കെ പകരം നമുക്ക് അള്ളാഹു അത് ബദ്ദല, രണ്ട് ആഘോഷത്തെ അള്ളാഹു പകരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പകരം എന്ന് പറഞ്ഞാൽ മറ്റേ ഇല്ലാന്നർത്ഥം. എന്നിട്ട് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തു ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയുമാണ് എന്നുള്ളതാണ്. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുക്കൽ, റസൂലിന്റെ ഏറ്റവും അടുത്തൊരു ശിഷ്യനാണ്. റസൂൽ മരണപ്പെട്ടു പോയി, കാലഘട്ടം കുറച്ചും കൂടി പോയി. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പള്ളിയിൽ ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നൊരു സ്വഹാബി ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ ഇന്നൊരു കാര്യം പള്ളിയിൽ കണ്ടു. എന്താ കാര്യം? അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നൊരു ഒരാൾ പറയാണ്, അബൂ മൂസ ഞാൻ ഇന്നൊരു കാര്യം പള്ളിയിൽ കണ്ടു. എന്താ കണ്ടത് അറിയോ? കുറച്ച് ആളുകൾ കൂടി ഇന്ന് ദിക്ർ ചെല്ലുകയാണ്. അവർ ചെല്ലുന്നതായിക്കോട്ടെ ഹസ, ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ എടുക്കുക, ഒരു ദിക്ർ ചെല്ലുമ്പോൾ കല്ലിങ്ങനെ മാറ്റി വെക്കും. അങ്ങനെ കല്ലിനെ കൊണ്ട് എണ്ണം പിടിച്ചുകൊണ്ട് അവർ ദിക്ർ ചെല്ലുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ മഹാന അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ആ സ്ഥലത്ത് തിരിച്ചു പോയിട്ട് അവരെ പോയി വിലക്കുന്നതായിക്കൊണ്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എത്ര മൈന്യൂട്ടാ വിഷയം, എത്ര സൂക്ഷ്മതയുള്ള വിഷയമാണ്. അതുപോലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പോയി അവരെ വിലക്കുകയാണ് പറഞ്ഞു വരുന്നത്. റസൂൽ എന്ന് പഠിപ്പിക്കാത്ത നമ്മൾ ചെയ്യരുത്. സ്വഹാബത്ത് കാണിച്ചു തരാത്തൊരു സ്നേഹം നമുക്ക് വേണ്ട. നമ്മൾ സ്നേഹിക്കുക റസൂലുള്ളാഹിന്റെ സുന്നത്തുകളൊക്കെ ചെയ്തുകൊണ്ട്. കണ്ട അവനൊരു മുസ്ലിമാന്ന് പറയണം. നമ്മളെ എത്ര ആൾക്കാരെ കണ്ട ഒരു മുസ്ലിമാന്ന് പറയും? റസൂലുള്ളാഹിന്റെ കേൾക്കണം, റസൂലുള്ളാഹിക്ക് എത്ര അരച്ച മുടി തലയിലുണ്ടെന്ന് പറയുന്നത്. നമ്മളെ സ്വന്തം ഉമ്മ അല്ലെ, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന നമ്മളെ ഭാര്യനെ, അല്ല നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മളെ ഉമ്മാന്റെ തലയിൽ എത്ര നരച്ച മുടി നമുക്കറിയാം? ഇല്ല. റസൂലിന്റെ തലയിൽ എത്ര നരച്ച മുടി ഉണ്ടായിരുന്നു എന്ന് പോലും സ്വഹാബത്ത് എണ്ണിയിട്ടുണ്ട്. അത്ര മഹബത്താണ്. 19 നരച്ച മുടി ഉണ്ടായിരുന്നു. റസൂൽ എങ്ങനെ നമുക്കൊരാളെ നടത്തം എങ്ങനെ വിവരിക്കാൻ പറ്റുക? റസൂലിന്റെ നടത്ത അവർ വിവരിച്ചിട്ടുണ്ട്, റസൂലിന്റെ കളർ അവർ വിവരിച്ചിട്ടുണ്ട്, റസൂലുകൾ എത്ര വട്ടം പൊട്ടിച്ചിരിച്ചു എന്ന് അവർ എണ്ണി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റസൂലിനെ ഒന്നിനൊന്നായിക്കൊണ്ട് റസൂലിനെ പിൻപറ്റിയ, റസൂലിനെ പഠിച്ച ആ സ്വഹാബത്തിനേക്കാളും വലിയൊരു ശുജായി നമ്മൾ ആവേണ്ട മക്കളെ. ശുജായാവുന്നറിയാം, വലിയൊരു ആളാവുക, അത് ആവശ്യമില്ല. റസൂലുള്ള പഠിപ്പിച്ച ഒരുപാട് സുന്നത്തുണ്ട്. അതിൽ ഏറ്റവും വലിയ സുന്നത്ത്, നമ്മളെ കുറേ റസൂലിനെ പറ്റി പറയും, എത്ര ആൾക്കാർ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെന്ന്. 10 വട്ടം സ്വലാത്തില്ല റസൂലുള്ള പ്രത്യേകം പറഞ്ഞ സുന്നത്ത്. എത്ര വട്ടം? ഇന്നൊരു 10 സ്വലാത്ത് എത്ര ആൾക്കാർ ചെല്ലിയിട്ടില്ല? എത്ര ആൾക്കാർ റസൂലുള്ള ധരിച്ച പോലെ ഡ്രസ്സ് ധരിക്കലുണ്ട്? എത്ര ആൾക്കാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചതുപോലെ താടി വെക്കലുണ്ട്? എത്ര ആൾക്കാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളവസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ സുന്നത്തായിട്ട്? ആ പേരിൽ വെള്ളവസ്ത്രം ധരിച്ച എത്ര ആൾക്കാരുണ്ട്? റസൂലുള്ള മീശ വെട്ടാൻ പറഞ്ഞുകൊണ്ട് മീശ വെട്ടി എത്ര ആൾക്കാരുണ്ട്? അങ്ങനെ നമുക്ക് ഓരോന്നും ഇങ്ങനെ എണ്ണാൻ പറ്റും. ഇതൊന്നും ചെയ്യണില്ല നമ്മൾ, എന്നിട്ട് നമുക്ക് വലിയ വർത്താനം. റസൂലുള്ളാഹ് സ്നേഹം ആഘോഷമാണ്. നമുക്ക് ആഘോഷത്തോടുള്ള ഭ്രമം മാത്രമാണ് പ്രവാചക സ്നേഹം. അതുകൊണ്ട് പ്രിയം നിറഞ്ഞവരെ, റസൂലുള്ള പഠിപ്പിക്കാത്തതൊന്നും, ആഘോഷങ്ങളായിക്കോട്ടെ ഇബാദത്തുകളായിക്കോട്ടെ, ഒന്നും നമുക്ക് പാടില്ല. നമ്മുടെ പരലോകം ഇല്ലാതാക്കുമെന്ന് മനസ്സിലാക്കുക. നമുക്ക് അവസാനം കലിമെല്ലാം കിട്ടൂല ബിദ്അത്ത് ചെയ്ത് കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം കിട്ടൂല. അതുകൊണ്ട് ഇത് വിഷയം ഗൗരവമാണ്. നമ്മളിങ്ങനെ ഓനോ അതും ആഘോഷിങ്ങനെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുന്ന വിഷയമല്ലത്. നമ്മളൊക്കെ പരലോകത്തെ ബാധിക്കുന്നതാണ്. നമ്മളെ കുടുംബത്തിൽ അങ്ങനെയൊക്കെ റസൂലുള്ള പഠിപ്പിക്കാത്ത ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിത് വിലക്കണം, വളരെ നസീഹത്തോടുകൂടി വിലക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആർക്കും എങ്ങനെയും ജീവിക്കാൻ പറ്റിയ ആശയാദർശമല്ല. അതിന് ഒരു റൂട്ടുണ്ട്, അതിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുന്നുണ്ട്, ആ ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. റസൂലുള്ള പറയാണ്, ഒരു തീ ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഇങ്ങനെ ചില പ്രാണികൾ ഇങ്ങനെ വെളിച്ചം കണ്ടിട്ട് ഇങ്ങനെ അടുക്കുമല്ലോ. അപ്പൊ ആ പ്രാണികൾ ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ ആട്ടിയെ കറ്റുമല്ലോ അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി. അത്രയും സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ നരകത്തിലേക്ക് അടുക്കുമ്പോൾ ഞാൻ നിങ്ങളിങ്ങനെ ആ തീയിലേക്ക് വീഴാതിരിക്കാൻ ഞാനിങ്ങനെ ആട്ടിയകറ്റുന്നുണ്ട് സ്വഹാബ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്രയും സൂക്ഷ്മതയോടുകൂടി റസൂലുള്ള നമുക്ക് ഓരോന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രിയം നിറഞ്ഞവർ. അതുകൊണ്ട് ഇതൊരു സംഘടനയുടെ വിഷയമല്ല, ഇത് ആദർശമാണ്. തൂവെള്ളയാർന്ന ഇസ്ലാമിന്റെ ആദർശമാണ് പറഞ്ഞത്. ഇത് മറ്റൊരു പക്ഷപാതിത്വവും ഇല്ലാതെ അങ്ങനെ സ്വീകരിക്കുക. റസൂലാണോ പറഞ്ഞ് ഞാൻ അനുസരിച്ചിരിക്കുന്നു, റസൂലിന്റെ ഹദീസാണോ ഞാൻ കേട്ടത്, അനുസരിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ ഖുർആനാണോ ഞാൻ കേട്ടത്, ഞാൻ അനുസരിച്ചിരിക്കുന്നു എന്ന കീഴ്പ്പെടലിന്റെ ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഏറ്റവും കുറഞ്ഞത് ഒരു ഹുർക്കാലീസ് രാജാവിന്റെ ഈമാനെങ്കിലും നമുക്ക് ഉണ്ടാവണം പ്രിയം നിറഞ്ഞവരെ.
അദ്ദേഹം അമുസ്ലിമായിരുന്നു. അദ്ദേഹത്തിന് ഹിദായത്തിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷെ റസൂലിനെ അദ്ദേഹം ബഹുമാനിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം മാറാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. ആ രാജാവിന്റെ ഈമാനെങ്കിലും പ്രിയം നിറഞ്ഞവരെ ഏറ്റവും കൂടുതൽ നമുക്കുണ്ടാവണമെന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈമാനിലേക്ക് നമ്മൾ അടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുന്നത്തുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ ഒരു മാസം പ്രത്യേകിച്ച് ഒരു സുന്നത്തും ഇല്ല കേട്ടോ. നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കണം. ഈ മാസവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്ന മാസമാണ്. ആ മരിക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാനത്തെ വസിയത്തുകളിൽ ഒന്നാണ് അല്ലാഹു അല്ലാതെ ആരാധിക്കരുതേ, തൗഹീദിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വിശ്വാസം നമ്മൾ കൈമുതലാക്കുക, അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. തൗഹീദില്ലാതെ മറ്റെത്ര ഇബാദത്ത് നമ്മൾ ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. ആ തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലിന്റെ സുന്നത്തിനെ പൂർണ്ണമായി അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലിന്റെ സുന്നത്തല്ലാത്തതൊന്നും നമുക്ക് വേണ്ട. ബിദ്അത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിദ്അത്തിനെതിരെ ശബ്ദിക്കാൻ, റസൂലുള്ളാഹി പഠിപ്പിക്കാത്തതിനെതിരെ ശബ്ദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവിന് ശക്തിയും ഇൽമും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്തിൽ ജീവിതത്തിൽ പകർത്തി അതിനുവേണ്ടി വാദിക്കുന്ന സംസാരിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒറ്റ കഥയും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മഹാനായ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇന്നും നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. ആധുനികനാണ്. ഈ അടുത്തൊരു 10-20 കൊല്ലം മുമ്പ് മരണപ്പെട്ടത്. ആ മനുഷ്യന്റെ പ്രവാചക സ്നേഹം പറഞ്ഞ് അവസാനിപ്പിക്കണം. അദ്ദേഹം രോഗിയാണ്, മരിക്കുന്ന സന്ദർഭങ്ങളിൽ രോഗിയായിട്ടാണ്. അദ്ദേഹത്തോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ചികിത്സിക്കണം, നിങ്ങൾ താടി ക്ലീൻ ഷേവ് അടിക്കണം, എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ രോഗത്തിന് വേണ്ടിയിട്ടാണ്, രോഗമായതുകൊണ്ടാണ്, നല്ല ചികിത്സ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുമായി രോഗത്തിന്റെ സന്ദർഭത്തിലുള്ള ഇളവ് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു ഉസൈമീൻ പറഞ്ഞു, എനിക്ക് ചികിത്സ വേണ്ട, എനിക്ക് പടച്ചോനെ ഈ താടിയോടെ കണ്ടുമുട്ടാനാണ് എനിക്ക് ആഗ്രഹം, അങ്ങനെ ഇസ്സത്തോടെ മരിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്നും പറഞ്ഞ് മരിച്ചുപോയ മഹാപണ്ഡിതരാണ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി. പറയുന്ന പറഞ്ഞവരെ അങ്ങനെ ത്യാഗം സഹിക്കുന്നവരാണ് പ്രവാചക സ്നേഹികൾ. സുന്നത്തിന് വേണ്ടി ത്യാഗം സഹിക്കുക, സുന്നത്ത് ജീവിതത്തിൽ പകർത്തുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിതത്തിൽ എന്തെങ്കിലും റബ്ബ് പഠിപ്പിക്കാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത എന്തെങ്കിലും ഏതെങ്കിലും നിമിഷം കടന്നു വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ റബ്ബേ അത് ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ നാഥാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹ, അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹ, അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹ വസക്കിഹാ വഅൻത ഖൈറു മിൻ സക്കാഹ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുമ്മ യാ مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم آت نفوسنا تقواها، اللهم آت نفوسنا تقواها وزكها وأنت خير من زكاها. اللهم اغفر للمؤمنين والمؤمنات، اللهم اغفر للمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وأقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم. والسلام عليكم ورحمة الله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.